പൗരാണിക ഭാരതത്തിൻ്റെ മഹത്വം എത്ര വർണ്ണിച്ചാലും അധികമാവുകയില്ല. എന്തെല്ലാം വിഷയങ്ങളിലാണ് അന്ന് നാം ആധിപത്യവും ആധികാരികത്വവും പുലർത്തിയത്. പാചകകലയിൽ പോലും നമ്മൾ അതുല്യരായിരുന്നു. കറിവേപ്പിൻ്റെ ഉപയോഗത്തിൽ ഭാരതീയൻ്റെ പൗരാണിക വൈഭവം അതിന് തെളിവാണ്. ആ കറിവേപ്പിനെ പറ്റിയാവട്ടെ ഇന്നത്തെ നമ്മുടെ വിഷയം. നമ്മൾ മലയാളികൾ കറിവേപ്പില നിത്യേന ഉപയോഗിക്കാറുണ്ടെങ്കിലും അതിൻ്റെ ഔഷധ ഗുണത്തെക്കുറിച്ച് വേണ്ടത്ര അറിവുള്ളവരല്ല. ആയുർവേദ നാടൻ ചികിത്സാരീതികളിലെ ഒരു സിദ്ധ ഔഷധമാണ് കറിവേപ്പില. മ്യൂറിയ കൊയ്നിജി സ്പ്രിംഗ് എന്ന ശാസ്ത്രീയ നാമത്തിലാണ് റുട്ടേസി സസ്യകുടുംബാംഗമായ നമ്മുടെ കറിവേപ്പ് അറിയപ്പെടുന്നത്. സുഗന്ധിയായ വേപ്പ് എന്ന അർത്ഥത്തിൽ സംസ്കൃതത്തിൽ ഈ സസ്യത്തിന് സുരഭി നിംബ എന്നാണ് പേര്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇലയ്ക്കു വേണ്ടി കറിവേപ്പ് നട്ടുവളർത്തി വരുന്നു. സാവധാനം വളരുന്ന ഒരു ചെറുവൃക്ഷമാണ് കറിവേപ്പ്. 5-6 മീറ്റർ നീളം ഉയരം വെക്കും. തടിക്ക് തവിട്ട് നിറവും ഇലകൾക്ക് സുഗന്ധവുമുണ്ട്. ഇലകളിൽ അടങ്ങിയിരിക്കുന്ന ബാഷ്പശീല തൈലമാണ് ഈ സുഗന്ധത്തിന് കാരണം. കുലകളായി കാണപ്പെടുന്ന ചെറുപൂക്കളും പച്ച മുത്തുകൾ പോലെ കൂട്ടമായി കാണുന്ന ഫലങ്ങളുമുണ്ട്. പഴുത്ത കായ് വീണാണ് തൈ കിളിർക്കുന്നത്. ആദ്യഘട്ടത്തിൽ അല്പം ശ്രദ്ധയും പരിചരണവും കൊടുത്താൽ കറിവേപ്പ് നട്ടുപിടിപ്പിക്കാം. ഇലകളിൽ ഒരു തരം പച്ച പുഴുക്കൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതല്ലാതെ മറ്റു കീടബാധയൊന്നും കറിവേപ്പിനുണ്ടാകാറില്ല. ചുരുക്കത്തിൽ ആദ്യഘട്ടത്തിലെ അല്പശ്രദ്ധ കൊണ്ട് നമ്മുടെ കറികൾക്ക് ഗുണവും മണവും നൽകുന്ന പല അസുഖങ്ങൾക്കും ഔഷധമായ കറിവേപ്പ് വർഷങ്ങളോളം നമ്മുടെ സുഹൃത്താകും. ആധുനിക ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ ഭക്ഷ്യവസ്തുക്കളിലെ പോഷകങ്ങൾ കണ്ടെത്തുന്ന വിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ കറിവേപ്പിനെ സംബന്ധിക്കുന്ന ഒരു രഹസ്യം കണ്ടെത്തിയിരിക്കുന്നു. കറിവേപ്പില തിളയ്ക്കുന്ന എണ്ണയിലിട്ടാൽ അതിലുള്ള ജീവകം എ പൂർണ്ണമായും എണ്ണയിൽ ലയിക്കും. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ കടുകു വറുത്ത കറിയിലെ കറിവേപ്പില എച്ചിൽ പാത്രത്തിലേക്ക് എറിഞ്ഞത്. ഇതൊക്കെ ആയിരക്കണക്കിന് വർഷം മുൻപ് അവർ എങ്ങനെ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമുണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. ഇനി നമുക്ക് കറിവേപ്പിലയുടെ ഔഷധ ഗുണങ്ങളെപ്പറ്റി നോക്കാം. ദഹനക്കേട് പോലെയുള്ള അസുഖങ്ങളിൽ കറിവേപ്പില മോരിൽ അരച്ച് കലക്കി കഴിക്കുന്നത് വളരെ ഉത്തമമാണ്. അതുപോലെ മുടി കൊഴിച്ചിലിനും ചർമ്മത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിക്കുവാനും പരമാവധി കറികളിലും മറ്റും നാം കറിവേപ്പില ഉപയോഗിക്കേണ്ടതാണ്. കൂടാതെ അതിസാരം, മാനസിക രോഗം, ചളിയും രക്തവും പോകുന്നതിന്, കാൽ വിണ്ടുകീറൽ എന്നിവയ്ക്കെല്ലാം ഓരോ ഔഷധങ്ങളിലും കറിവേപ്പില ഒരു പ്രധാന ഘടകമായി ഉപയോഗിച്ചു വരുന്നു. ഇങ്ങനെ ഒട്ടനവധി ഉപയോഗങ്ങളാണ് കറിവേപ്പിലയ്ക്കുള്ളത്. കറികളിലെ കേമനായ കറിവേപ്പിനെ നമ്മുടെ അടുക്കളത്തോട്ടത്തിലെ കൂട്ടുകാരനാക്കാൻ നമുക്ക് കഴിയട്ടെ എന്നാശിച്ചുകൊണ്ട് ഇന്നത്തേക്ക് ഇവിടെ നിർത്തുന്നു. വീണ്ടും പുതിയ വിശേഷങ്ങളുമായി മറ്റൊരറിവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.